കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് മാർച്ച് 3-ാം തീയതി രാവിലെ 9 മണിക്കാണ് കേട്ടോ. നമ്മൾ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ ചെങ്കള നീലേശ്വരം റീച്ചിലെ ചട്ടഞ്ചാലിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ചട്ടഞ്ചാൽ മുതൽ നമ്മുടെ ചെർക്കള 4 മൈൽ വരെയുള്ള അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ചട്ടഞ്ചാലിൽ വരുന്ന അണ്ടർ പാസേജിൻ്റെ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണമാണ് നിലവിലിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 6 പാനലുകൾ JCB ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നിലവിലിപ്പോൾ മണ്ണടിച്ച് ഏകദേശം ഉയർത്തിയിട്ടുണ്ട്. ഇനി ഒരു പാനൽ മാത്രമാണ് 6 പാനൽ മാത്രമാണ് ഇവിടെ വെക്കാൻ ബാക്കിയുള്ളത്. കൂടാതെ ഇതിന് മുകളിലായിട്ട് ഇനി ഫ്രിക്ഷൻ സ്ലാബ് സെറ്റാക്കാൻ ബാക്കിയുണ്ട്. നമ്മൾ ഈ ബെൽറ്റ് ഇടുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഈ 6 പാനലുകൾ എങ്ങനെ ഈ മണ്ണ് സൈഡിലായിട്ട് നിൽക്കുമെന്ന് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ 6 പാനലിൻ്റെ 2 ഹോളുണ്ട്. ആ ഹോളിൽ ഇപ്പോൾ ബെൽറ്റ് ഇട്ട് സെറ്റാക്കിയിട്ടാണ് ഇവർ ഇവിടെ ഇത് നിലനിർത്തുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. അതിന് മുകളിലായിട്ട് മണ്ണടിച്ച് ഉയർത്തി സെറ്റാക്കിയിട്ടാണ് ഇപ്പോൾ ടാറിംഗ് പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട്. ഏകദേശം ഒരു പാനലിൻ്റെ ലെവലിൽ പിന്നെ മണ്ണടിച്ച് ഉയർത്താൻ ഈ ഭാഗത്ത് ബാക്കിയുണ്ട്. ചട്ടഞ്ചാലിൽ അണ്ടർ പാസേജിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. അണ്ടർ പാസേജിന് മുകളിലായിട്ട് കോൺക്രീറ്റ് പ്രവൃത്തികളൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. അണ്ടർ പാസേജിന് താഴെയായിട്ട് വാഹനഗതാഗതത്തിനായിട്ട് നേരത്തെ തുറന്നു കൊടുത്തതാണ്. ടാറിംഗ് പ്രവൃത്തികളൊന്നും കഴിഞ്ഞിട്ടില്ല. സാധാരണ മണ്ണടിച്ച് ചെറിയ രീതിയിൽ സെറ്റാക്കി വിട്ടതാണ്. ഇനി താഴെയായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ നടക്കാറുണ്ട്. കൂടാതെ 2 ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ ഭാഗത്തും ടാറിംഗ് പ്രവൃത്തികളൊന്നും മുഴുവനായിട്ടും കഴിഞ്ഞിട്ടില്ല. ഈ അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇനിയും നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് നമ്മൾ ഈ കാണുന്ന ദൂരത്തിൽ കാണുന്ന വലതു ഭാഗത്തുള്ള പള്ളീൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ്. ആ ഭാഗത്ത് മാത്രമാണ് ഏകദേശം 6 പാനൽ വെച്ച് ലെവലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മുതൽ നമ്മൾ ഇടത് ഭാഗത്തായിട്ട് ഇനിയും ഒരുപാട് മണ്ണടിച്ച് ഉയർത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 6 പാനൽ വെച്ച് സെറ്റാക്കിയിട്ട് മാത്രമാണ് ഈ ഇടത് ഭാഗത്ത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. 2 ഭാഗത്തായിട്ടും ഇനി ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ദേളി പോകുന്ന ഭാഗത്തുള്ള ജംഗ്ഷനിലെ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുതൽ 2 ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ വർക്ക് നിലവിലിപ്പോൾ നടക്കുകയാണ്. ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇവിടെ മുതൽ റോഡ് നല്ല താഴ്ന്നിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ മണ്ണെടുത്തിട്ട് നല്ല എക്സവേഷൻ ചെയ്തിട്ടാണ് നിലവിൽ നമ്മുടെ ചട്ടഞ്ചാൽ കഴിഞ്ഞ് ചെറുക്കള ഭാഗത്തോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിലിപ്പോൾ വലതു ഭാഗത്തായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ നടക്കുകയാണ്. ഇടതു ഭാഗത്ത് നമ്മൾ കണ്ട അപ്പോൾ നല്ല താഴ്ചയിലാണ് ഈ റോഡ് ഇങ്ങോട്ട് പോകുന്നത്. സ്ലോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചട്ടഞ്ചാൽ കഴിഞ്ഞുള്ള ഭാഗത്ത് ചെറിയൊരു വയഡക്റ്റ് വരുന്നുണ്ട്. എന്തായാലും മേഘ കമ്പനിയുടെ വർക്ക് നിലവിലിപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റായി നമുക്ക് ഈ ഭാഗങ്ങളിൽ വർക്ക് നടക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ ഈ ഭാഗങ്ങളിലൊക്കെ മഴക്കാലത്തിൽ ഈ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമൊക്കെയാണ്. ഇപ്പോഴും നീരുറവൊക്കെ നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ല വേനൽക്കാലമാണല്ലോ നിലവിലിപ്പോൾ. ഇപ്പോൾ വയഡക്റ്റിൻ്റെ ഭാഗത്ത് നിലവിൽ വർക്ക് നടക്കുകയാണ്. വയഡക്റ്റിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഷട്ടറിങ് വർക്കാണ് നടക്കുന്നത്. ഏകദേശം ഒരു വശത്ത് ഇപ്പോൾ ഈ ഗേഡറുകളൊക്കെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ഷട്ടറിങ് വർക്ക് നടക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന ഈ വലതു ഭാഗത്തുള്ള ഈ വളഞ്ഞു പൊളിഞ്ഞു പോകുന്ന റോഡില്ല റാ പോലെയുള്ള അതാണ് നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാത കടന്ന് പോയിരുന്ന സ്ഥലം. അപ്പോൾ ഇടതു ഭാഗത്തുള്ള കുന്നിടിച്ചിട്ട് മണ്ണടിച്ച് താഴ്ന്നിട്ടാണ് നിലവിലിപ്പോൾ ഈ ഭാഗത്ത് റോഡ് നിർമ്മിക്കുന്നത്. അപ്പോൾ നേരത്തെ നിർമ്മിച്ച റോഡ് കൂടിയാണ് നിലവിലിപ്പോൾ ഇരുവശത്തോട്ടും വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ മുതൽ തട്ട് പോലെ താഴ്ന്നിട്ടാണ് റോഡ് വരുന്നത് കേട്ടോ. അപ്പോൾ അവസാന ഘട്ടത്തിലാണ് ഇവിടെയുള്ള ഒരു വശത്തെ വയഡക്റ്റിൻ്റെ നിർമ്മാണം ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ട് ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ പണി കിട്ടും ഭാവിയിൽ. നല്ല ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് നമ്മൾ ഈ തെക്കിൽ കഴിഞ്ഞ് ചെർക്കള ഭാഗം വരുന്ന റോഡ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഒരു വയനാട് ചുരം എന്ന് തന്നെ വേണം നമുക്ക് ഇതിനെ വിളിക്കാം. നമ്മൾ ഈ കാണുന്ന വലതുഭാഗത്ത് ആ കുന്നിൻ ചരിവിൽ ഇവർ സോയിൽ നെയിലിംഗ് നടത്തിയിട്ട് സ്പ്രേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ മഴക്കാലത്ത് ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. എല്ലാം ഏകദേശം നമ്മൾ ഈ ചട്ടഞ്ചാൽ കഴിഞ്ഞ് ചെർക്കള പോകുന്ന ഭാഗത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണ്.
അപ്പോൾ നല്ല താഴ്ചയുള്ള പ്രദേശമാണ് ഇടത് ഭാഗത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നത്. നല്ല രീതിയിൽ മണ്ണ് അടിച്ച് ഉയർത്തിയിട്ടാണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ വലിയൊരു കൾവേർട്ട് വരുന്നുണ്ട്. എന്തായാലും ഇവിടെയാണ് വെള്ളപ്പാച്ചൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വെള്ളം താഴോട്ട് ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മഴ വന്നതോടുകൂടിയാണ് ഇവർ നിർമ്മിച്ചത് എത്രത്തോളം ഫലപ്രദമായെന്ന് അറിയാൻ സാധിക്കുക. ഈ വലതു ഭാഗത്തുള്ള കുന്ന് ഇടിഞ്ഞിട്ട് വീണിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ ഭാഗത്ത് മണ്ണടിച്ച് ഏകദേശം ലെവലെത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഇടത് ഭാഗത്തായിട്ട് ഇവർ വാള് നിർമ്മിച്ചിട്ട് മണ്ണടിച്ച് ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ ഡ്രൈവർമാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ തെക്കൽ ഭാഗം. ഈ വലതുഭാഗത്ത് കൂടി പോകുന്ന റോഡ് നേരത്തെ ഉണ്ടായിരുന്ന ടാറ്റ ഹോസ്പിറ്റലിലേക്കുള്ള റോഡാണ്. ആ കുന്ന് ഏകദേശം മണ്ണെടുത്തിട്ട് താഴ്ത്തുന്നുണ്ട്. ആ മണ്ണൊക്കെ എടുത്തിട്ട് ഈ ഭാഗത്തുള്ള റോഡ് അടിച്ചിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. നിലവിൽ ഈ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ കുറച്ച് ഭാഗങ്ങളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വലിയ വാള് നിർമ്മിച്ചിട്ടാണ്, കോൺക്രീറ്റ് വാള് നിർമ്മിച്ചിട്ടാണ് നമ്മുടെ ഈ ഇടത് ഭാഗത്തുള്ള കൊക്കയുള്ള പ്രദേശത്ത് മണ്ണടിച്ച് ഉയർത്തിയിട്ട് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഈ തെക്കൽ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ താഴെയായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, ഈ ചരക്ക് ലോറികളൊക്കെ ഈ ഭാഗത്ത് പോകുമ്പോൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുള്ള ഏരിയയാണ്. തെക്കൽ ഭാഗത്തൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. അപ്പോൾ റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. മണ്ണടിച്ചിട്ട് ഉയർത്തേണ്ട വർക്ക് ഇനി നടക്കാൻ ബാക്കിയുണ്ട്. ഈ ഇടത് ഭാഗത്തായിട്ട് ഇവിടെ കുഴി എടുത്തിട്ടുണ്ട്, എക്സ്കവേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് കോൺക്രീറ്റ് വർക്ക് നടന്നിട്ടുണ്ട്. ഈ ഇടത് ഭാഗത്ത് ഇവിടെ കുറച്ചും ചതുപ്പുള്ള പ്രദേശമാണ്. നമ്മളങ്ങനെ തെക്കൽ പുഴേൻ്റെ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇവിടെ ഒരു കൾവേർട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഈ ഭാഗത്ത് ചെറിയൊരു കൾവേർട്ട് ഉണ്ടായിരുന്നു. നിലവിലിപ്പോൾ ഈ ഇടത് ഭാഗത്ത് കൾവേർട്ട് നിർമ്മിച്ചിട്ടുണ്ട്. മറുവശത്തിന് ഈ റോഡ് നിർമ്മിക്കുമ്പോൾ മണ്ണെടുത്തിട്ട് ഒരു കൾവേർട്ട് നിർമ്മിക്കാൻ ബാക്കിയുണ്ട്. ഈ പഴയ റോഡ് കൂടിയാണ് ഇവിടെ ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യമായ വർക്ക് ഈ ഭാഗത്ത് നടന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള നമ്മളെ തെക്കൽ പുഴയ്ക്ക് അരികെയുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. തെക്കിൽ നമ്മളെ പാലത്തിൻ്റെ എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ആളുകൾക്ക് ഇരുവശത്തോട്ടും കടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാസേജ് നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെഡിമെയ്ഡ് പാസേജാണ്. അതിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് ആളുകൾ ഇരുവശത്തോട്ടും പോകുന്നുണ്ട്. തെക്കൽ പാലത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ഈ പഴയ പാലം നിലനിർത്തിക്കൊണ്ടാണ് ഇനി ഗതാഗതം പോകുന്നുണ്ട്. 3-2 ഗതാഗതം ഇതുവഴി പോവുക. പുതിയ പാലം തുറന്നു കൊടുത്തതിന് ശേഷം ഈ പഴയ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങുന്നതായിരിക്കും. നമ്മളങ്ങനെ ബേവിഞ്ച ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ബേവിഞ്ച ഭാഗത്തും ആളുകൾക്ക് ഇരുവശത്തോടും കടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാസേജാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണടിച്ച് ഏകദേശം ഉയർത്തിയിട്ട് ഇവിടെ ടാറിംഗ് പ്രവൃത്തികൾ കുറച്ച് ഭാഗത്തായിട്ട് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് കുറച്ച് ഭാഗങ്ങൾ വിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഈ ഭാഗത്ത് വർക്കൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ കാണുന്ന ഈ പാടത്തിൻ്റെ ദൃശ്യം കണ്ട നമ്മൾ മൂന്നാർ വട്ടവട ഭാഗത്ത് പോയുള്ള മനോഹരമായ ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇപ്പോൾ പച്ചക്കറി കൃഷി നടത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താ രസമല്ലേ ഈ കാണാൻ വേണ്ടിയിട്ട്. ദൂരമായിട്ട് നമ്മൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ ബേവിഞ്ച പള്ളിയാണ്. നമ്മൾ ബേവിഞ്ച കഴിഞ്ഞ് നമ്മൾ ചെറുക്കള ഭാഗത്തോട്ട് പോകുമ്പോൾ ഈ ഭാഗത്ത് വർക്ക് നേരത്തെ പെൻഡിങ് ആയതാണ്. ഏകദേശം സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്തതാണ്. എന്തെന്നറിയില്ല, ഇവിടെ വർക്ക് നടന്നിട്ടില്ല അതിനുശേഷം. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഈ വലതു ഭാഗത്ത് ചെറിയൊരു കുന്ന് പോലെയുള്ള പ്രദേശമായിരുന്നു. ഇപ്പോൾ നിലവിൽ മണ്ണിടിച്ചിട്ട് വർക്കുകൾ നടക്കുകയാണ്.
അധികവും നമ്മുടെ സർവീസ് റോഡില്ലാത്തതാണ് നമ്മളെ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ഭാഗത്ത് ഈ 6 വരിപ്പാത നിർമ്മിക്കുന്നത്. ഏറെ പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. നമ്മളങ്ങനെ ബേവിഞ്ച സ്റ്റാർ നഗറുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വയഡക്റ്റിൻ്റെ ഒരു വശത്തുള്ള നിർമ്മാണം നേരത്തെ കഴിഞ്ഞതാണ്. അതിൽ കൂടിയാണ് ഇരുഭാഗത്തോട്ടും വാഹനങ്ങൾ പോകുന്നത്. മറുവശത്തെ സ്ലാബിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ അപ്രോച്ച് റോഡ് ഭാഗത്തുള്ള സ്ലാബിൻ്റെ വർക്കാണ് നടക്കുന്നത്. നമ്മൾ ഈ ബേവിഞ്ച സ്റ്റാർ നഗറുള്ള വളവിൽ ഈ പോലെയുള്ള ആ റോഡ് കൂടിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാത കടന്ന് പോയിക്കൊണ്ടായിരുന്നത്. അപ്പോൾ ഈ വളവിൽ തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് പള്ളി പൊളിച്ച് നീക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് കയറ്റിറക്കുള്ള സ്ഥലമാണ്. കാര്യമായ വർക്ക് നടന്നിട്ടില്ല കേട്ടോ. ഒരു വർഷം മുമ്പ് നടന്ന അതേ വർക്കാണ്. വലതുഭാഗത്തുള്ള താഴ്ചയുള്ള ഏരിയയിൽ മണ്ണടിച്ചിട്ട് ഉയർത്തിയിട്ട് വേണം, വാളുകളൊക്കെ നിർമ്മിച്ചിട്ട് വേണം റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള. ഈ ഇടത് ഭാഗത്തുള്ള കുറച്ച് ഭാഗങ്ങളായിട്ട് മണ്ണെടുത്തിട്ട് ഇവിടെ സോയിൽ നെയിലിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. നിലവിലുള്ള ദേശീയപാത കൂടിയാണ് ഇവിടെ വാഹനങ്ങൾ പോകുന്നത്. ഇവിടെ മുതൽ ഫുള്ള് പോലെയുള്ള വളവാണ് കേട്ടോ. അപ്പോൾ ഈ കുന്ന് ഇടിച്ചിട്ടാണ് നിലവിൽ റോഡ് റിയലൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിർമ്മിക്കുന്നത്. വലിയ കുന്നായിരുന്നു. ഇവിടെ നമുക്ക് കുന്നിടിച്ചിട്ടാകുമ്പോൾ ഒരു നീരുറവ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വേനൽക്കാലത്തും വെള്ളം ഇങ്ങനെ വറ്റാതെ ഈ കുന്നിൻ മുകളിൽ നിൽക്കുന്ന വലിയൊരു അത്ഭുതം തന്നെയാണ്. നിലവിലിപ്പോൾ JCB ഉപയോഗിച്ചിട്ട് ഈ മണ്ണ് ഇവിടുത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ റിയലൈൻമെൻറ്റ് നടന്ന ഈ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ഒരുപാട് റിയലൈൻമെൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ വലിയ ടാസ്ക്കാണ് ഇവർക്ക് ഈ മേഘ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്പോൾ പോലെയുള്ള റോഡാണ് ഇനിയും വരുന്നത്. അവിടെയൊക്കെ മണ്ണ് എടുത്തിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത്. ഇവിടെയും പോലെയുള്ള റോഡായിരുന്നു. നേരത്തെയുള്ള ദേശീയപാതയാണ് നമ്മൾ ഈ വലതു ഭാഗത്തായിട്ട് കാണുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് നമ്മുടെ ബേവിഞ്ച ഭാഗത്തോട്ട് ചെറിയൊരു ബൈപ്പാസ് പോലെയുള്ള റോഡ് ഉണ്ടായിരുന്നു. നിലവിൽ ഇങ്ങനെ ചുറ്റിയിട്ട് വേണം ആ ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടതു ഭാഗത്തുള്ള കുന്നിൻ പ്രദേശമാണ്. അവിടെ ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് ഇവിടെ 6 വരിപ്പാത നിർമ്മിക്കുന്നത്. ഇടതു ഭാഗത്തായിട്ട് നേരത്തെ സോയിൽ നെയിലിംഗ് ഒക്കെ നടത്തിയതാണ്. അപ്പോൾ ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ട് കേട്ടോ. അപ്പോൾ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു റോഡ് പോലെ പോകുന്നുണ്ട്. അവിടെ കമ്പിയൊക്കെ കെട്ടിയിട്ടാണ്. വലിയ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഏരിയ ആണ്. നമ്മൾ ഈ കാണുന്ന വലതു ഭാഗത്തിന് മണ്ണ് അടിച്ച് ഉയർത്തിയിട്ട് വേണം റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഈ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും നമ്മൾ ഈ കാണുന്ന ഈ വലതു ഭാഗത്ത് ഇങ്ങനെ പോലെ കാണുന്നില്ലേ, അത് കൂടിയാണ് നേരത്തെയുള്ള ദേശീയപാത കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മൾ ഈ കാണുന്ന ദൂരം ആ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. റോഡ് വിണ്ട് കയറിയിട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. മഴക്കാലം വരുന്നതോടുകൂടിയാണ് നമുക്ക് ഈ റോഡിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നീരുറവയും വെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഈ ഇടത് ഭാഗത്തുള്ള ഈ ചെറിയ പ്രദേശം കുറച്ച് പോർഷനില്ലേ, ആ പോർഷന് മണ്ണെടുത്തിട്ടില്ല കേട്ടോ. നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണ്. അപ്പോൾ ഈ കാണുന്ന വലതു ഭാഗത്തായിട്ട് നമുക്കിപ്പോൾ വാള് കെട്ടിയിട്ട് മണ്ണിടിച്ച് ഉയർത്തേണ്ട സ്ഥലമാണ്. ഇതിന് താഴെയായിട്ട് ഒരുപാട് വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മണ്ണിടിച്ചിലും നീരുറവയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മേഘ കമ്പനിയുടെ വർക്ക് ഈ ഭാഗങ്ങളിലായിട്ട് ലേറ്റാവുന്നത്. എന്തായാലും 1 വർഷത്തോളം എടുക്കും വർക്ക് പൂർണ്ണമായിട്ടും കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെ ഇപ്പോൾ വാൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഉയരത്തിൽ നിർമ്മിച്ചിട്ട് മണ്ണിടിച്ച് ഉയർത്തേണ്ടതായിട്ട് ഇങ്ങ് ദൂരെയായിട്ട് ഇവർ ഗേഡറുകളൊക്കെ നിർമ്മിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളെ ചെറുക്കളയിൽ വരുന്ന മേൽപ്പാലത്തിന് വേണ്ടിയുള്ള ഗേഡറാണ് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. മേൽപ്പാലത്തിൻ്റെ ഒരു വശത്തുള്ള വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞതാണ്. മറുവശത്തെ സ്പാനിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെറുക്കളയിലോട്ടുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് സ്റ്റാർട്ടാവുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് നിലവിൽ നടക്കുകയാണ്. കൂടാതെ വലതുവശത്തായിട്ട് കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ഈ രാവിലെ നമ്മുടെ ചട്ടഞ്ചാൽ ഭാഗത്തോട്ട് പോകുമ്പോഴേക്ക് 2 ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗേഡറുകൾ പൊക്കി വെക്കാനുള്ള, ഈ സ്പാനിന് ഇടയിൽ വെക്കാനുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ആയിട്ട് ഇവർ ഈ വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. വലിയ കൊക്കയുള്ള പ്രദേശമാണ് കേട്ടോ നമ്മുടെ ഈ വലതുഭാഗത്തായിട്ട് കാണുന്നത്.
ഏകദേശം ഒരു വശത്തെ വർക്ക് അവസാന ഘട്ടത്തിലാണ്. നമ്മളെ ചെർക്കള ജംഗ്ഷൻ കഴിഞ്ഞുള്ള നമ്മളെ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന ഭാഗത്തുള്ള ജംഗ്ഷൻ കഴിഞ്ഞുള്ള ഭാഗത്ത് മുകളിൽ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് മാത്രമാണ് ഒരു വശത്ത് ഗേർഡറുകൾ ഇൻസ്റ്റാളേഷൻ ബാക്കിയായിട്ടുള്ളത്. പിന്നെ മറുവശത്തെ സ്പാനുകൾക്കിടയിലും ഇനി ഗേർഡറുകൾ സെറ്റാകാൻ ബാക്കിയുണ്ട്. ഇനി സ്പാന് കുറച്ച് ഭാഗത്തായിട്ട് നിർമ്മിക്കാനും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തായിട്ട് കുറച്ച് ഇടങ്ങളിൽ ഇപ്പോൾ മുകളിലായിട്ട് കോൺക്രീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ചെർക്കള ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന ഭാഗം കഴിഞ്ഞുള്ള ഭാഗത്ത് ഒരു വശത്ത് പൂർണ്ണമായിട്ടും മേൽപ്പാലത്തിന് മുകളിലായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മൾ ചെർക്കള ടൗണിൽ നിന്നും ഈ ഹൈവേയിലോട്ടുള്ള ഒരു ആക്സസ് ഉണ്ട്, അതിൻ്റെ സ്പാനിൻ്റെ വർക്കും നടക്കുകയാണ്. നമ്മൾ ഈ ഇടതുഭാഗത്തുള്ള സ്പാനിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1-2 സ്പാനിൻ്റെ PR ക്യാപ്പിൻ്റെ വർക്ക് മാത്രമാണ് നടക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഭാഗത്തിന് PR ക്യാപ്പിൻ്റെ മുകളിലായിട്ട് ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടക്കാനാണ് ബാക്കിയുള്ളത് കേട്ടോ. അപ്പോൾ താഴെയായിട്ട് ഇതിന് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ നടപ്പാതയുടെ നിർമ്മാണം, ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാലത്തിൻ്റെ താഴെയായിട്ട് മണ്ണടിച്ചിട്ട് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്ക് ഇതുവരെയും സ്റ്റാർട്ടായിട്ടില്ല. ഇവിടെ ചെർക്കള സ്കൂളിലേക്ക് ഇരുവശത്തോട്ടും വിദ്യാർത്ഥികൾ കടക്കാൻ വേണ്ടിയിട്ടൊരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നിലവിലിപ്പോൾ ഏകദേശം വർക്ക് അവസാന ഘട്ടത്തിലാണ്. പിന്നെ ചെർക്കള ടൗണിൽ വരുന്ന ആക്സസ് ഇല്ലേ, അതിൻ്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ആ ഭാഗത്തുള്ള സ്പാനിൻ്റെ വർക്ക് അത് കഴിഞ്ഞ് അതിന് മുകളിൽ ഗേർഡർ ഇൻസ്റ്റാളേഷന്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ സ്പാനിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ്, നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചെർക്കള ടൗണിന് യാതൊരു കോട്ടവും സംഭവിക്കാതെയാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. പല ഭാഗത്തും നമുക്കറിയാം അണ്ടർപാസേജ് വരുന്നതോടുകൂടി ഇരുവശത്തോട്ടും റോഡുകൾ, നമ്മുടെ നാടുകൾ ഇങ്ങനെ കീറി മുറിച്ച പോലെയാണ് ഫീൽ ചെയ്യുക. എന്തായാലും ചെർക്കളയിൽ അങ്ങനെയൊരു സംഭവമില്ല. ഈ മേൽപ്പാലം വരുന്നതോടുകൂടി ഗതാഗത കുരുക്കും സംഭവിക്കാനില്ല. എന്തായാലും നമ്മൾ ഈ കാണുന്നത് ചെർക്കള ടൗണും നമ്മൾ ഈ കാണുന്ന ഈ ചെർക്കള സർക്കിളിലെ ഈ സർക്കിൾ മുതലാണ് ഈ ഇതിലേക്കുള്ള ആക്സസ് സ്റ്റാർട്ടാവുന്നത്. ഇതിൻ്റെ സ്പാനിൻ്റെ വർക്ക് 1, 2, 6 സ്പാൻ ഉണ്ട് കേട്ടോ ടോട്ടൽ. അപ്പോൾ ഏകദേശം 5 സ്പാനിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സ്പാനിൻ്റെ നിർമ്മാണം മാത്രമാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ ഏകദേശം വർക്ക് ഇവിടെ അവസാനം ഘട്ടത്തിലാണ് ഈ മേൽപ്പാലത്തിൻ്റെ വർക്ക്. നമ്മളൊന്ന് ചെർക്കള 5-ാം മൈൽ പോയി തിരിച്ചു വരുമ്പോഴേക്ക് ഇവിടെ ഗേർഡർ മുകളിലായിട്ട് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ തുടങ്ങിയതാണ്, ഞാൻ ചട്ടഞ്ചാൽ ഭാഗത്തോട്ട് പോകുമ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ ഒരു ഗേർഡർ ഏകദേശം ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3-4 ഗേർഡർ കൂടി സെറ്റാക്കാൻ ബാക്കിയുണ്ട്. ചെർക്കള 5-ാം മൈൽ കഴിഞ്ഞുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ULCC റീച്ച് തുടങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ മുതൽ ലൈൻ മാർക്കിങ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മുതൽ നമ്മുടെ പാണലം ടോട്ടോ മാൾ വരെ പൂർണ്ണമായിട്ടും മാറുവരി പാതയുടെ ടാറിങ് കഴിഞ്ഞതാണ്. ഫൈനൽ ടാറിങ് കഴിഞ്ഞിടത്ത് ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇടത് ഭാഗത്തുള്ള നടപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വലതു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ കഴിഞ്ഞുള്ള ഭാഗത്ത് നടപ്പാതയുടെ നിർമ്മാണം കഴിയാൻ ബാക്കിയുണ്ട്. പിന്നെ ടാറിങ് പ്രവൃത്തികൾ ഏകദേശം കഴിഞ്ഞ് ഇനി ലൈൻ മാർക്കിങ് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നടക്കാനും ബാക്കിയുണ്ട്. ഇവിടെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. ഒരു തവണ ഇവിടെ ലൈറ്റ് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ചെക്കാക്കിയതാണ് കേട്ടോ. നമുക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങ് ദൂരെയായിട്ട് വലതു ഭാഗത്തായിട്ട് സിറ്റി സെൻ്റർ ഭാഗത്ത്
ഒരു മേർച്ചിങ് പോയിന്റ് വരികയാണ്. 4 മൈലാണ് അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും വാഹനങ്ങൾ നിലവിലിപ്പോൾ നമ്മൾ ഈ ഭാഗം മുതൽ ഇരുവശത്തോട്ടും ചീറിപ്പായുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ULCCയുടെ 90% വർക്കും കഴിഞ്ഞിരിക്കുകയാണ്. ഇവർ മെയ് മാസം കഴിഞ്ഞ് ഏപ്രിൽ മാസത്തോടു കൂടി മുഴുവനായിട്ടും തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ് മലപ്പുറം ആദ്യത്തെയും രണ്ടാമത്തെ റീച്ചും. അപ്പോൾ ആദ്യം ആരാണ് തുറന്നു കൊടുക്കുന്നതെന്ന മത്സരത്തിലാണ് നിലവിലിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ദേശീയപാത നിർമ്മാണത്തിൻ്റെ നമ്മുടെ ചട്ടഞ്ചാൽ മുതൽ 4 മൈൽ വരെയുള്ള അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. നമ്മളങ്ങനെ കണ്ണൂർ ഭാഗത്തുള്ള അപ്ഡേറ്റ്സ് ചെയ്യാതെ ഒരുപാട് മാസങ്ങളായിട്ടോ, ഏകദേശം 3-4 മാസമായെന്ന് തോന്നുന്നു. പിന്നെ കണ്ണൂർ ഭാഗത്തെ അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. മറ്റൊരു പുതിയൊരു അപ്ഡേറ്റ്സുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.